വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അമേരിക്ക. കഴിഞ്ഞ രാത്രിയിൽ ഏകദേശം 10ഓളം മിസൈൽ അമേരിക്കൻ താവളങ്ങളിലേക്ക് അയച്ചു, ഖത്തറിൻ്റെ മുകളിലൂടെ. അതോടുകൂടി അമേരിക്ക ഭയന്നു. കാരണം ഇറാൻ നിസ്സാരമല്ല എന്ന് അമേരിക്കക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിൽ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ എല്ലാ ബേസും, അതായത് അറബ് രാജ്യങ്ങളിലുള്ള എല്ലാ ബേസുകളും അവിടുന്ന് മാറ്റി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിരുന്നു. കാര്യം ഇറാഖിനെ ഭയന്നാണ്. ഇറാഖിൻ്റെ കയ്യിലിരിക്കുന്ന മിസൈലുകൾ തടുക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. ഇവിടെ ഇസ്രായേൽ പറയുന്ന എല്ലാം നശിപ്പിച്ചു. പക്ഷേ അമേരിക്കയ്ക്കറിയാം ഇല്ല എന്ന്. അമേരിക്കയ്ക്ക് വളരെ വ്യക്തമായി അറിയാം. അപ്പോൾ ഇറാൻ്റെ മുമ്പിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് വളരെ വ്യക്തമായതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അമേരിക്കയ്ക്ക് നാണക്കേടാവും എന്നതുകൊണ്ടുമാണ് കഴിഞ്ഞ രാത്രിയിൽ തന്നെ അമേരിക്കയിൽ അവരെ നേതാക്കന്മാർ ഒത്തുകൂടി ഒരു തീരുമാനത്തിലെത്തിയത്. ഇങ്ങനെ പോയാൽ ശരിയാകുകയില്ല. എത്രയും വേഗം വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നുള്ള തീരുമാനം ആ കമ്മിറ്റിയിൽ അവരെടുത്തു. അതാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. പക്ഷേ എന്നാലും ഇസ്രായേലും ഇറാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലുകൾ അയക്കുന്നുണ്ട്. അത് നിർത്തിയിട്ടില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് നിൽക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അമേരിക്ക പിൻവാങ്ങി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അമേരിക്ക പടവാണ്. അമേരിക്ക കയ്യിലുള്ള കപ്പൽപ്പടകൾ എല്ലാം ഇറക്കി പേടിപ്പെടുത്തുക. കാരണം അമേരിക്കയുടെ സ്ഥിരം തൊഴിൽ ഇത് തന്നെ. ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യുവാൻ അവർ കഴിയത്തില്ല. പരാജയപ്പെട്ട നാണക്കേടുകൊണ്ട് അവർക്ക് ഇറങ്ങി യുദ്ധം ചെയ്യുവാൻ കഴിയത്തില്ല. ഇതാണ് സംഭവം. ഇനിയും ഇറാനെ അമേരിക്ക തൊടുകയില്ല. കാരണം മറ്റൊന്നുമല്ല, ഇറാൻ ആണവ രാജ്യമായി മാറിയിരിക്കുകയാണ്. അതാണ് ഇറാൻ അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ വെല്ലുവിളിക്കുന്നതിൻ്റെ കാര്യം. അത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ പിന്നെ സമാധാനപരമായിട്ട് നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അമേരിക്ക ഭയന്നാണ് പിന്മാറിയിരിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയത്തില്ല. ഒരു മിസൈൽ വന്ന് ഒരു കപ്പലിൽ വീണാൽ തകർന്ന് തരിപ്പണമായിപ്പോൾ അത് ലോകത്തിന് മുമ്പ് നാണക്കേട് അമേരിക്കയ്ക്ക്. അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് അമേരിക്ക പിന്നോട്ട് പോയത്. അപ്പം ഇനിയും ഭീഷണിയൊന്നും ഇറാനോട് വേണ്ട എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിലും മുമ്പേ തന്നെ ഇറാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തിരിച്ചടിക്കും. അമേരിക്കയോട് തന്നെ പറഞ്ഞു. അപ്പോൾ ഇറാൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. എന്തുദ്ദേശം വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം? ഇറാൻ്റെ കയ്യിൽ അതിനുള്ള വെപ്പൻസ് ഉണ്ട്. അമേരിക്ക അടിക്കുവാനുള്ള കഴിവ് ഇറാനുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമേരിക്ക പുറമോട്ട് പോയതും ചെയ്തത്. അത് വളരെ വ്യക്തമാണ്. ഇനിയിപ്പം സമാധാനപരമായിട്ട് നീങ്ങേണ്ടത് ഇസ്രായേലും ഇറാനുമാണ്. അതൊരു ചർച്ചയിലൂടെ
അത് പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നത് നല്ലതാണ്. പരസ്പരം യുദ്ധത്തിനിറങ്ങിത്തിരിച്ചാൽ രണ്ട് രാജ്യങ്ങൾക്കും നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഒരു സമാധാനപരമായിട്ട് രണ്ട് രാജ്യങ്ങളും മുമ്പോട്ട് പോകുമെങ്കിൽ ഏഷ്യയിൽ ഒരു സമാധാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.